ഓർഡേഴ്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഓർഡർ എന്നുള്ളത് ഞാൻ ഫസ്റ്റ് പറയാം. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് ഒരു ട്രേഡർ ബ്രോക്കർക്ക് അയച്ചു കൊടുക്കുന്ന ഒരു സെറ്റ് ഓഫ് നിർദ്ദേശങ്ങൾ. ഏതെങ്കിലും ഒരു അസറ്റ് വാങ്ങാനോ വിൽക്കാനോ ഒരു ബ്രോക്കറോട് ഈ ട്രേഡർ റിക്വസ്റ്റ് ചെയ്യുന്ന അത് ബേസിൽ അവർ ആ ഒരു അസറ്റിൽ എവിടെയാണോ ബൈ സെല്ല് വാങ്ങുന്നത്, അത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസറ്റിൽ ബൈയോ സെല്ലോ വാങ്ങാനുള്ള ഒരു ട്രേഡർ ബ്രോക്കർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശം, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഓർഡർ എന്ന് പറഞ്ഞത്. ഈ ഫോറക്സിൽ നമുക്ക് ഈ ഓർഡേഴ്സിനെ രണ്ട് തരമായിട്ട് ഉണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞു മാർക്കറ്റ് ഓർഡേഴ്സ്, അതായത് ഇൻസ്റ്റൻ്റ്ലി ആയിട്ട് ഇപ്പം ഡയറക്റ്റ് ഉള്ളൊരു മാർക്കറ്റിൽ നമ്മൾ ബയ്യോ സെല്ലോ ചെയ്യുന്നതിനെയാണ് നമ്മൾ മാർക്കറ്റ് ഓർഡർ എന്ന് പറയാം. അതിപ്പോൾ ഏറെക്കുറെ എല്ലാ ആളുകളും ചെയ്യുന്നതും ഈ ഒരു ടൈപ്പ് ഓഫ് ഓർഡറാണ്. അതായത് നേരെ ഡയറക്റ്റിൽ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുക, ബയ്യോ സെല്ലോ ഏതാണോ അത് എൻ്റർ ചെയ്യാം. എന്നാൽ അധികം ആൾക്കാരും യൂസ് ചെയ്യാത്ത ഒന്നാണ് പെൻഡിങ് ഓർഡർ എന്നത്. പെൻഡിങ് ഓർഡർ എന്നാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും, അതായത് ഇപ്പം മാർക്കറ്റിലുള്ള പ്രൈസിൻ്റെ മുകളിലോ താഴെയോ ഏതെങ്കിലും ഒരു ഏരിയയിൽ നമ്മളൊരു പ്രൈസ് സെറ്റ് ചെയ്യാണ്. സെറ്റ് ചെയ്യാൻ മീൻസ് ഒരു ഡാറ്റ നമ്മൾ ഒരു ഡാറ്റ നമ്മൾ ബ്രോക്കർക്ക് കൈമാറുകയാണ്. അതായത് ഒരു ട്രേഡർ ഒരു ബ്രോക്കർക്ക് കൈമാറുകയാണ്. അതായത് ആ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ ആ ഒരു എൻട്രി എടുക്കുക എന്നുള്ള രീതിയിൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഉള്ള ഒരു ഏരിയൻ്റെ ഇപ്പോൾ ഒരു ഗോൾഡ് 2500 വിചാരിക്കുക. 2600 എത്തുമ്പോൾ സെല്ലെടുക്കണം അല്ലെങ്കിൽ ഒരു ബൈ എടുക്കണം എന്നുള്ളൊരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഒരു നിർദ്ദേശങ്ങളുടെ ഒരു കൂട്ടം നമ്മൾ ഒരു ട്രേഡർ ഒരു ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിൽ കൂടെ ബ്രോക്കർക്ക് അയച്ചു കൊടുക്കും. ഈ ഒരു സംഭവത്തിനാണ് നമ്മൾ പെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. പെൻഡിങ് ഓർഡർ നമുക്ക് 6 തരംതിരിക്കാൻ പറ്റും. അതിലാണ് ബൈ ലിമിറ്റ്, സെൽ ലിമിറ്റ്, ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ്, അതുപോലെ തന്നെ ബൈ സ്റ്റോപ്പ് ലിമിറ്റ്, സെൽ സ്റ്റോപ്പ് ലിമിറ്റ്. അത് നമുക്കിനി ഇതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ബൈ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് ഓർഡേഴ്സ്, അതായത് ബൈ ലിമിറ്റും സെൽ ലിമിറ്റും ഉണ്ടാവും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ മാർക്കറ്റുള്ളത് ഇതാ 1.3000 ഇവിടുന്ന് മാർക്കറ്റ് വന്ന് ഇവിടെ എത്തുമ്പോഴാണ് ഈ ഒരു ഓർഡർ പിക്ക് ചെയ്യുള്ളൂ, എന്നിട്ടാണ് മാർക്കറ്റ് പോവുക. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഈ ഓർഡർ പ്ലേസ് ചെയ്യുക. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു നിർദ്ദേശം ഇവിടെ നമ്മൾ കൊടുക്കുക. അതായത് മാർക്കറ്റ് ഇതാ 29.66 എത്തുമ്പോഴാണ് നമ്മൾ ആ ഒരു ബൈ എടുത്തുകൊണ്ട് മാർക്കറ്റ് പോവുക. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് ബൈ ലിമിറ്റാണ്. സെൽ ലിമിറ്റ്, അതായത് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലത്തെ ഏരിയ എന്നാണ് നമ്മൾ സെല്ല് നോക്കുക. അപ്പോൾ ഇതാ 1.3017 അതവിടുന്ന് മാർക്കറ്റ് പോയി അവിടെ എത്തുമ്പോഴാണ് ഈ ഒരു എൻട്രി എടുക്കുന്നത്. അതായത് ഈ ഒരു ഏരിയയിൽ എത്തുമ്പോഴാണ് എൻട്രി എടുക്കുക. ഇവിടെ ഈ ഒരു ഏരിയയിൽ എത്തുമ്പോഴാണ് എൻട്രി എടുക്കുക. ഇതിന് ബൈ ലിമിറ്റ് എന്നും ഇതിന് സെൽ ലിമിറ്റ് എന്നും പറയും. അപ്പോൾ ഇത് നമുക്ക് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരു സപ്പോർട്ടിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പ്രൈസ് ആക്ഷൻ വെച്ച് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓർഡർ ബ്ലോക്കിലാണെന്നുണ്ടെങ്കിലും ആ ഒരു ഓർഡർ ബ്ലോക്കിൽ ബൈ കയറുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതും അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയ, പ്രൈസ് ആക്ഷനൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയയിൽ നമുക്ക് ഈ ഒരു സെല്ല് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് എന്തിനെക്കുറിച്ച് ഇനി നമുക്ക് പറയാനുള്ളത് ബൈ സ്റ്റോപ്പും സെൽ സ്റ്റോപ്പാണ്. ബൈ സ്റ്റോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മാർക്കറ്റ് ഉള്ളൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കൂട്ടിക്കോളി. പിന്നെ നമുക്ക് എടുക്കേണ്ടത് ഇപ്പോൾ മുകളിൽ ആണ്. ഈ ഒരു ഓർഡർ എടുത്ത് പോണതിനെ പറഞ്ഞ പേരാണ് ബൈ സ്റ്റോപ്പ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് സെൽ സ്റ്റോപ്പ്. അതായത് മാർക്കറ്റ് ഇതപ്പോൾ ഇവിടെ ലൈവായിട്ടുള്ളത് നമ്മൾ മാർക്കറ്റിൽ ഓർഡർ ഇടാൻ നേരം ഇവിടെ ഇരുന്ന് ഉണ്ടായിരുന്നത്, പിന്നെ മാർക്കറ്റ് അടിക്ക് പോകുന്നതാണ് നമ്മൾ ഫ്യൂച്ചറിൽ പ്രഡിക്ഷൻ ചെയ്യുന്നത്. അത് ബേസിൽ മാർക്കറ്റ് അടിക്ക് പോകുമ്പോൾ ഈ ഒരു ഓർഡർ പിക്ക് ചെയ്യും. നമ്മൾ ഇവിടെയാണ് ഓർഡർ സെറ്റ് ചെയ്യുക. ഓക്കെ, മനസ്സിലായില്ല? അങ്ങനെയാണ് ഈ സംഭവം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഡിങ് ഓർഡറിൽ ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മാർക്കറ്റ് ഉള്ള ഒരു ഏരിയൻ്റെ മുകളിൽ നിന്ന് സെല്ല് ചെയ്യുന്നതിനും ഇപ്പം മാർക്കറ്റുള്ള ഒരു ഏരിയൻ്റെ താഴത്തു നിന്ന് ബൈ ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് സെൽ ലിമിറ്റ്, ബൈ ലിമിറ്റ്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റോപ്പ് എൻട്രി ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ബൈ സ്റ്റോപ്പും സെൽ സ്റ്റോപ്പും അതിൽ പെടും. ഇപ്പം മാർക്കറ്റ് ഉള്ള ഒരു ഏരിയൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ബൈ എടുക്കാനും അതുപോലെ തന്നെ താഴത്ത് നിന്ന് നമുക്ക് സെല്ല് എടുക്കാനാണ് നമ്മൾ സ്റ്റോപ്പ് എൻട്രി ഓർഡർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് കരുതുന്നത്. ഇനി ബൈ സ്റ്റോപ്പ് ലിമിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞുതരാം. ഇപ്പം ഇതാ മാർക്കറ്റ് ഉള്ളത് ഇതാ, ഇപ്പം ഈ പ്രൈസ് അതുപോലെ തന്നെ ബൈ സ്റ്റോപ്പ് ലിമിറ്റ് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഏരിയ കാണുന്നുണ്ടല്ലോ, ഇതിൽ ഈ ഒരു പ്രൈസിൻ്റെ ചോട എവിടെയെങ്കിലുമാണ് മാർക്കറ്റ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഒരു ഏരിയ എത്തി അതിന് ശേഷം ഇവിടെ വരുമ്പോഴേ ഈ ഒരു ഓർഡർ പിക്കാവുള്ളൂ. സത്യത്തിൽ ഇത് 2 ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട് നമ്മൾ. ഒന്ന്, ഈ പ്രൈസ് ഈ ഒരു പ്രൈസിലേക്ക് എത്തുമ്പോഴാണ് ഈ ഒരു എൻട്രി ആക്റ്റീവ് ആവുക. അതായത് ഈ ബൈ സ്റ്റോപ്പ് ലിമിറ്റ് എന്നുള്ളത് ബൈ ലിമിറ്റിലേക്ക് മാറും. ഈ ബൈ സ്റ്റോപ്പ് ലിമിറ്റും സെൽ സ്റ്റോപ്പ് ലിമിറ്റും, ഈ ബൈ സ്റ്റോപ്പ് ലിമിറ്റ് നമുക്ക് കാണാൻ പറ്റുക MT5 ഇത് അഡ്വാൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഇത് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അതായത് അഡ്വാൻസ്ഡ് എന്താ പറയുക വേർഷൻസ് MT4 യൂസ് ചെയ്യുന്നവർക്ക് ഇത് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ഈ പ്രൈസിൻ്റെ ചോട ഏതെങ്കിലും ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ഉള്ളത്. അവിടുന്ന് മാർക്കറ്റ് വന്ന് ഇവിടെ എത്തുമ്പോൾ ഈ ബൈ സ്റ്റോപ്പ് ലിമിറ്റ് എന്നുള്ളത് ബൈ ലിമിറ്റ് ആവും. അങ്ങനെ ഒരു എൻട്രി എടുത്തുകൊണ്ട് പോവും. അങ്ങനെയാണ് ഈ ഒരു എൻട്രി വർക്ക് ആവുന്നത്. അതായത് ഇപ്പം നമുക്കൊരു റീടെസ്റ്റിലൊക്കെ നമുക്ക് ഇത് സെറ്റാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സപ്പോർട്ടല്ല റെസിസ്റ്റൻസ് ഏരിയയിൽ റീടെസ്റ്റിന് വരുന്ന സംഭവം ഉണ്ടല്ലോ, പ്രൈസ് ആക്ഷൻ ചെയ്യുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പല മെത്തേഡ് അവനവൻ്റെ മെത്തേഡിനനുസരിച്ച് നമുക്കിത് ഏതിലൊക്കെ ഇതിൽ ഈ 6 ഓർഡറിലെങ്കിൽ 6 പെൻഡിങ് ഓർഡേഴ്സിൽ ഏതെങ്കിലും ഒന്നൊക്കെ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ അത് ഈ പ്രൈസ് എന്നുള്ള ഏരിയയിലേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ അടുത്ത അത് ബൈ ലിമിറ്റായിട്ട് മാറുന്നത്. ഈ ബൈ സ്റ്റോപ്പ് ലിമിറ്റ് എന്നുള്ളത് അത് ബൈ ലിമിറ്റ് ആവും. ഞങ്ങൾക്ക് വീഡിയോ അതിൽ അറ്റാച്ച് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ മാറിയ ശേഷം അത് ഇവിടെ വന്ന് ഈ ഒരു ബൈ ലിമിറ്റ് എടുത്തതിന് ശേഷം പോവാം. അങ്ങനെയാണ് ഈ ബൈ സ്റ്റോപ്പ് ലിമിറ്റ് വർക്ക് ആവുന്നത്. ഈ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് സെൽ സ്റ്റോപ്പ് ലിമിറ്റ് വർക്ക് ആവുക. അതായത് പ്രൈസ് അപ്പോൾ താഴത്തേക്ക് വരും, മുകൾക്ക് സെൽ സ്റ്റോപ്പ് ലിമിറ്റ് ആവും. സെൽ സ്റ്റോപ്പ് ലിമിറ്റ് സെൽ ലിമിറ്റ് ആവും ഇത് മാറിയിട്ട്. ഓക്കെ, അതായത് അപ്പം പ്രൈസ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു ഏരിയൻ്റെ മുകളിൽ എവിടെയാവാം, അവിടെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് ഇപ്പോൾ ഇവിടെ ഉള്ള ഒരു ഏരിയ എന്നാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ വന്ന ശേഷം ഇവിടെ തട്ടി ദെൻ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ ഓർഡർ എടുക്കുകയുള്ളൂ. അത് ഇവിടെ എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും മാർക്കറ്റ് ആയിക്കോട്ടെ, ഈ ഒരു ഏരിയയിൽ വന്ന് ഇവിടെ തട്ടുമ്പോഴാണ് ഈ ഒരു സെൽ സ്റ്റോപ്പ് ലിമിറ്റ് ചേഞ്ച് ചെയ്തിട്ട് സെൽ ലിമിറ്റേക്ക് ചേഞ്ച് ആവുക. ഓക്കെ, അങ്ങനെയാണ് ഈ ബൈ സ്റ്റോപ്പ് ലിമിറ്റും സെൽ സ്റ്റോപ്പ് ലിമിറ്റും ഈ ലിമിറ്റ് ഓർഡേഴ്സിൻ്റെയും സ്റ്റോപ്പ് എൻട്രി ഓർഡേഴ്സിൻ്റെ ഒരു കമ്പൈൻഡ് വേർഷനാണ് ഈ സ്റ്റോപ്പ് ലിമിറ്റ് ഓർഡർ എന്നുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വായിക്കേണ്ട, ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് സ്റ്റോപ്പ് ലോസ്, ടേക്ക് പ്രോഫിറ്റ്, ട്രെയിലിംഗ് സ്റ്റോപ്പ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതുമാണ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞുതരാം. സ്റ്റോപ്പ് ലോസ് ഓർഡർ, ഏതെങ്കിലും ഒരു ഓർഡർ നമ്മൾ മാർക്കറ്റിൽ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ലോസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. An order to close out if the price reaches specified price which may represent loss or profit. നമ്മൾ ഏതെങ്കിലും ഒരു എൻട്രി ഇടുമ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യുന്ന സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഏരിയ ഉണ്ടാവും. ആ ഒരു ഏരിയയിൽ നിന്ന് ഇപ്പോൾ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിലും ലോസ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഔട്ടാവും. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ പ്രോഫിറ്റിൽ കയറിയ ട്രേഡിൽ നമുക്ക് കയറ്റി വെക്കാൻ പറ്റും. ഇപ്പോൾ
$10 പ്രോഫിറ്റിൽ ഓടുന്ന ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് $2 പ്രോഫിറ്റിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തേക്കാൻ പറ്റും. അതുപോലെ തന്നെ ലോസിലും നമുക്ക് സെറ്റ് ചെയ്തേക്കാൻ പറ്റും. ഇപ്പോൾ ലോസ് $10 നമുക്ക് ലോസിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവണം എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തേക്കാൻ പറ്റും. സ്റ്റോപ്പ് ലോസിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അതായത് കൂടുതൽ ലോസ് വരാതെ നമ്മളെ മാർക്കറ്റിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാം. ദ പ്രൈസ് ഗോസ് അഗെയിൻസ്റ്റ് യു, നമ്മളെ അഗെയിൻസ്റ്റ് ആയിട്ട് പ്രൈസ് പോകുമ്പോൾ കൂടുതൽ ലോസ് നമുക്ക് വരാതെ കാത്തു സൂക്ഷിക്കുക. അതാണ് സ്റ്റോപ്പ് ലോസിൻ്റെ ഒരു ഫങ്ഷൻ എന്നുള്ളത്. ഇനി അടുത്തതാണ് ട്രെയിലിംഗ് സ്റ്റോപ്പ്. ട്രെയിലിംഗ് സ്റ്റോപ്പ് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പ്രത്യേകതരം ഒരു സ്റ്റോപ്പ് ലോസ് ആണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രയലാവും മീൻസ് ഉദ്ദേശിച്ചത് ഈ ട്രെയിലിംഗ് സ്റ്റോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ഓട്ടോമാറ്റിക്കലി ഇത് മൂവ് ആവും. ഈ സംഭവം ഇതൊരു ടൈപ്പ് ഓഫ് സ്റ്റോപ്പ് ലോസ് തന്നെയാണ്. ഇതിപ്പോൾ നമുക്ക് അതിൽ സെറ്റ് ചെയ്തേക്കാൻ പറ്റും. അതിനനുസരിച്ച് അതിപ്പോൾ 5 പോയിൻറ്റ്സോ 10 പോയിൻറ്റ്സോ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തേക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഏരിയക്ക് അത് പൊന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോകും. അതായത് ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ബൈയാണ് ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ ബൈയിൽ നമ്മൾ 10 പോയിൻറ്റ് ട്രെയിലിംഗ് സ്റ്റോപ്പ് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ 10 പോയിൻറ്റ് ഇങ്ങനെ കയറുന്നതിനനുസരിച്ച് ആ ഒരു മാർക്കറ്റിൻ്റെ ഒപ്പം ഈ സ്റ്റോപ്പ് ലോസും ഇങ്ങനെ പൊങ്ങിപ്പോവും. ഇപ്പോൾ സെല്ലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അങ്ങോട്ട് അടിക്കും ഈ സ്റ്റോപ്പ് ലോസ് ഇറങ്ങിപ്പോവും. അപ്പോൾ മാർക്കറ്റ് എഗെയിൻസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റോപ്പ് ലോസ് അടിച്ച് ആ ഒരു എൻട്രി അവിടെ പോവും. അല്ല നേരെ മറിച്ച് മാർക്കറ്റ് ഒറ്റ മൂവ് അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൂവ് നമുക്ക് ആ ഒരു എൻട്രി ഫുള്ളായിട്ട് ക്യാച്ച് ചെയ്യാനും പറ്റും. അതാണ് ഈ ട്രെയിലിംഗ് സ്റ്റോപ്പിൻ്റെ എന്താ പറയുക ഫങ്ഷൻ എന്നുള്ളത്. ഫിൽ പോളീസ് പറഞ്ഞ സംഭവമുണ്ട്. നമ്മൾ MT5 ഇതിലൊക്കെ നിങ്ങൾക്ക് കാണാനാവും. പലർക്കും ഡൗട്ട് എന്നോട് ചോദിക്കുന്ന കാര്യങ്ങളാണത്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇത് പറഞ്ഞത്. ഫിൽ പോളീസിൽ 2 തരം ഉണ്ടാവുക. ഫിൽ ഓർ കില്ല് FOK, അല്ലാന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ IOC. ദ ഓർഡർ മസ്റ്റ് ബി ഫില്ലഡ് ഇമ്മീഡിയറ്റ്ലി ഇൻ ഫുൾ ഓർ ഇൻ എ പാർട്ട്. ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ എന്ന് പറഞ്ഞാൽ IOC എന്ന് പറഞ്ഞ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാർഷ്യലോ അല്ലാന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ കുറച്ച് ഭാഗമായിട്ടോ ആ ഒരു ഓർഡർ അതിൻ്റെ പാർഷ്യലോ കുറച്ച് ഭാഗമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ടോ അത് ഓർഡർ പ്ലേസ് ആവും. നേരെ മറിച്ച് ഫിൽ ഓർ കില്ല് എന്ന് പറഞ്ഞാൽ FOK പറഞ്ഞ മെത്തേഡ് ഒന്നെങ്കിലും അത് ഫുള്ളായിട്ട് അത് ഓർഡർ എടുക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഇടുന്ന ഒരു ട്രേഡ് 1000 യൂണിറ്റ് ഒരു 1,00,000 യൂണിറ്റാണ്, അത് 1 ലോട്ടാണ് ഇടുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ IOC മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു 0.5 പറയുമ്പോൾ 50,000 യൂണിറ്റ്സ് ഫില്ല് ചെയ്തിട്ട് ബാക്കി റിജക്റ്റ് ആക്കാം, അങ്ങനത്തെ രീതിയിൽ പോകും. പക്ഷേ ഫിൽ ഓർ കില്ല് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുള്ളി അത് ഓർഡർ ഫില്ലാവും, അല്ലാതെ പാർഷ്യലി ഫില്ലായിക്കാണ്ടുള്ള സംഭവമല്ലോ. ഒന്നെങ്കിൽ അത് ഫുള്ളി ഫില്ലാവും, അല്ലാന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവില്ല. അങ്ങനെയാണ് ഈ ഫിൽ പോളീസിൽ 2 ടൈപ്സ് ഉള്ളത്. MT5 നമ്മൾ പെൻഡിങ് ഓർഡേഴ്സ് ഇടുമ്പോൾ എക്സ്പയറേഷനിൽ വരുന്ന കുറച്ച് ഐറ്റംസാണ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ GTC അറിയാം, ഗുഡ് ടിൽ ക്യാൻസൽഡ്, അതായത് GTC അതാണ് അതിൻ്റെ ഫുള്ള്. ഗുഡ് ടിൽ ക്യാൻസൽഡ്. നമ്മൾ ക്യാൻസൽ ആക്കുന്നത് വരെ ആ ഒരു എൻട്രി മാർക്കറ്റിലുണ്ടാവും. അതിപ്പോൾ പല ബ്രോക്കേഴ്സും പല ലിമിറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ക്യാൻസൽ ആക്കുന്നത് വരെ വിചാരിച്ചിട്ട് കാലാകാലം നിൽക്കുന്നല്ല. ഓരോരോ ബ്രോക്കറിനും ഓരോരോ ലിമിറ്റേഷൻസ് ഉണ്ടാവും. ചിലപ്പം 100 ദിവസം 90 ദിവസം അങ്ങനെ ഓരോരോ ബ്രോക്കർ വ്യത്യാസമാവും. പിന്നെ ടുഡേ അതിൽ വരുന്നതന്നെ ടുഡേ, ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ അത് എക്സിറ്റ് ആവും. അതുപോലെ തന്നെ സ്പെസിഫൈഡ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് അതിൽ ഡേയും അതുപോലെ തന്നെ ഒക്കെ നമുക്ക് അതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം. സ്പെസിഫൈഡ് ഡേ പറയുമ്പോൾ നമുക്ക് അതിലിപ്പോൾ സെൽ സ്റ്റോപ്പ് നമ്മൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ GTC അതിൽ വരുന്ന എക്സ്പയറേഷനിൽ വരുന്ന ടൈപ്സാണ് GTC, ടുഡേ, സ്പെസിഫൈഡ് ഡേ. GTC പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഗുഡ് ടിൽ ക്യാൻസൽഡ്, അതാണ് GTC. ടുഡേ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തോടുക്കാൻ അത് കഴിയും. പിന്നെ സ്പെസിഫൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സ്പയറേഷൻ ഡേറ്റും അതുപോലെ തന്നെ ടൈമും സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളൊരു ടൈപ്സാണ് സ്പെസിഫൈഡ്. ഏതെങ്കിലും ഒരു ദിവസം ഇപ്പോൾ വീക്കെൻഡ് ആയിട്ടുള്ള വെള്ളിയാഴ്ച അത് ക്യാൻസലാക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഓർഡറും അതിനോട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് എന്നോട് ചോദിക്കാം, ഞാനതിന് റിപ്ലൈ നൽകാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതും കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ചിലപ്പോൾ എൻ്റെയൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും, ചിലപ്പോൾ നിങ്ങളെയൊക്കെ എനിക്ക് കുറച്ച് കൂടുതൽ പഠിക്കാൻ പറ്റും. ഞാൻ ഒരിക്കലും ഞാൻ എല്ലാം തേഞ്ഞാനായിട്ട് ഞാൻ നിൽക്കലില്ല. നിങ്ങൾക്ക്
ഓപ്പണായിട്ട് എന്നോട് പറയാം. ചിലപ്പോൾ ഞാനത് മനസ്സിലാക്കിയതിൽ തെറ്റുണ്ടാവും. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ചിലപ്പോൾ എനിക്ക് അറിയാത്ത ഏതെങ്കിലും നോളജ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് കിട്ടും, അതൊരു ഉപകാരമാണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ ട്രേഡിംഗ് റിലേറ്റഡ് കണ്ടൻറ്റുകൾക്കായി നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്തോളൂ. ഇനി നമ്മൾ റീലിടുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അൺകട്ടഡ് വേർഷൻ നമ്മൾ ഇതിൽ ചെയ്യാം. അതാവും ബെറ്റർ. മറ്റേത് ആ ഒരു 1.5 മിനിറ്റിൻ്റെ ഉള്ളിൽ എന്തോ നിൽക്ക് ആ ഒരു കണ്ടൻറ്റ് ഒതുക്കാൻ പല ബുദ്ധിമുട്ടുണ്ട്. കാരണം കുറേ ഭാഗങ്ങൾ ഞാൻ ഈ റീലിടുമ്പോൾ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കലുണ്ട്. അപ്പം അത് ഒന്നാമത് ചടപ്പുള്ളതും പിന്നെ അതേമാതിരി ഇടങ്ങേറാണ് വീഡിയോ ഇടാൻ. അതാണ് അങ്ങനെ കുറച്ച് ഡിലേ വരുന്നത് വീഡിയോ ഇടാൻ തന്നെ. ഞാൻ അങ്ങനെ ചെയ്യാത്ത ഒരാളായിരുന്നു.